സ്റ്റാർട്ട് ചെയ്താ ഓക്കെ. ഹലോ ചങ്ങകളെ, അപ്പം ഞാനിപ്പോൾ ഉള്ളത് അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ തിരുവനന്തപുരത്താണ്. എൻ്റെ വജി എൻ്റെ കൂട്ടുകാരത്തിൻ്റെ അടുത്താണ് ഞാൻ മക്കളുള്ളത്. വന്നേടി നേരാ ഓ മണവാട്ടി ഒരിക്കൽ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. അപ്പം ഇവളുടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പം ഞങ്ങൾ തിരുവനന്തപുരം ലുലു മാൾ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ലുലു മാളിൻ്റെ ആണ്, തിരുവനന്തപുരം ലുലു മാളൊക്കെ. അപ്പം നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ചങ്കളെ. ഓടി ഓടി. അപ്പം ചങ്കളെ ഞങ്ങൾ ലുലു മാൾ കാണാൻ പോകട്ടാ, തിരുവനന്തപുരം ലുലു മാള്. അപ്പം ചങ്കളെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് ലുലു മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പം നമ്മൾ കാറിനാണ് പോണത്. അപ്പം നമ്മുടെ ഏഞ്ചൽസൊക്കെ ഇവിടെ ഭയങ്കര ഇങ്ങനെ തിരുവനന്തപുരം ലുലു മാള് കാണാനുള്ള ജിജ്ഞാസയിലിരിക്കുകയാണ്. കാരണം നമുക്ക് അടുത്ത് നമ്മുടെ എറണാകുളത്തെ ലുലു മാളാണല്ലോ. അപ്പം നമ്മവിടെ സ്ഥിരം ഇടയ്ക്ക് പോണതിൻ്റെ പേരിൽ ഇവിടുത്തെ ലുലു മാൾ എങ്ങനെയാണെന്നുള്ള കാണാനുള്ള കൗതുകത്തിലാണ് ഇവരട്ടാ. അപ്പം നമ്മുടെ മോൻ്റെ പേരെന്താ പറഞ്ഞേ? മിഥുൻ ബ്രോയാണ് വണ്ടി ഓടിക്കുന്നത്. നമ്മുടെ അജിയുടെ ഒരു ബ്രദർ കൂടിയാണ് അജിയുടെ. ഇത് നമ്മുടെ ബംഗാളി ബാബു ഇരിക്കുന്നുണ്ട് റോഡിലെ കാഴ്ചകളൊക്കെ കണ്ടോണ്ട്. ഇവിടെ നിന്ന് ഇപ്പൊ ഒരുപാട് ദൂരം ഉണ്ടോടി? എത്ര കിലോമീറ്റർ വരെടാ? അപ്പൊ ചങ്കളെ നമുക്കപ്പം ലുലു മാൾ എത്തിയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം അല്ലേ? ഓക്കെ, ഇപ്പൊ എത്തൂട്ടാ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കാഴ്ച ചേർന്നിട്ടത് ഒരു മുസ്ലിം പള്ളി കണ്ടു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഗണപതിയുടെ ഒരു അമ്പലം കണ്ടു. ഇതിന് തൊട്ടടുത്ത് തന്നെ ക്രിസ്ത്യൻ പള്ളി കണ്ടു. മനസ്സ് നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു കേട്ടത്. മനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു അത്. ഒത്തിരി ഇഷ്ടമായി എന്തായാലും. ഇപ്പോൾ ചങ്കളെ നമ്മുടെ ലുലു മാളിലേക്കുള്ളൊരു യാത്രയാണ് ഈ കാണുന്നത്. നമ്മുടെ ലുലു മാളാണ് ആ കാണുന്നത് കേട്ടോ. തിരുവനന്തപുരം ലുലു മാളാണ് നമ്മൾ അറ്റത്ത് കാഴ്ച കാണുന്നത് കണ്ട. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ എറണാകുളത്തുള്ളതുപോലെ അല്ല കേട്ടോ ഇവിടുത്തെ ലുലു മാള്. കാരണം ഇവിടെ വലിയൊരു കോമ്പൗണ്ടിൽ ശരിക്കും നമ്മൾ ഗൾഫിലൊക്കെ കാണുന്ന പോലെയാണ്. കാരണം അതിൻ്റെ സൈഡുകളിലൊന്നും വേറെ കടകളോ വേറെ ബിൽഡിങ്ങുകളൊന്നും ഇല്ല. ഒറ്റയ്ക്കായിട്ടാണ് ഈ ഒരു ബിൽഡിങ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തോന്നി എനിക്ക്. ശരിക്കും നമ്മൾ ഗൾഫിൽ കാണുന്നത് പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു തിരുവനന്തപുരം ലുലു മാൾ കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ വെച്ചാൽ അപ്പുറം ഇപ്പുറമൊക്കെ നിറച്ചും ബിൽഡിങ്ങുകളും ഭയങ്കര തിരക്കുള്ള സ്ഥലമല്ലേ. പക്ഷേ ഇത് ശരിക്കും ആ ഒരു ഗൾഫിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉള്ള ആ ഒരു പ്രതീതി ആയിരുന്നു കേട്ടോ. വലിയൊരു കോമ്പൗണ്ടാണ് തിരുവനന്തപുരം ലുലു മാളിൻ്റെ. പാർക്കിംഗ് ഏരിയ ആയാലും നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ ആയാലും നമുക്ക് ശരിക്കും ഗൾഫ് നമുക്ക് ഓർമ്മ വരും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ. അപ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടാണ്. കാരണം ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു തിരുവനന്തപുരം ലുലു മാളൊന്ന് കാണണമെന്ന്. ദൈവം എൻ്റെ അത് സാധിച്ചു. അപ്പോൾ എന്തായാലും മക്കളും ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇതൊന്ന് കാണണം എന്നായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് എന്തായാലും ഇത് കണ്ടിട്ടേ തിരിച്ചു പോകുന്നുള്ളൊരു വാശി ഉണ്ടായിരുന്നു ഇത്തവണ തിരുവനന്തപുരത്ത് വന്നപ്പോൾ നമുക്ക്. ചങ്ങളെ നമ്മൾ ലുലു മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ കയറണം കേട്ടോ. അപ്പോൾ നല്ല മഴ കാലാവസ്ഥ അടിപൊളി കാലാവസ്ഥയായിരുന്നു. അത്യാവശ്യം ചെറിയൊരു മഴയൊക്കെ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്നിട്ടുള്ള വിശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ചങ്ങളെ നമ്മൾ തിരുവനന്തപുരം ലുലു മാളിൻ്റെ കാർ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം അല്ലേ? ഇവിടെ ഒരുക്കത്തിലാണ് എൻ്റെ തരുണിമണികളൊക്കെ. ഒരു മേക്കപ്പൊക്കെ കാറിലിരുന്ന് ചീത്തയിൽ പോയിട്ട് രണ്ടാമത് മേക്കപ്പ് ചെയ്യണം. അതാണ് നമ്മുടെ ഗൈഡ്. അപ്പം അങ്ങനെ നമ്മൾ ലുലു മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരം ലുലു മാളിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. എറണാകുളത്തെ ലുലു മാളും ഇതുപോലൊക്കെ തന്നെ. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടിയും ഒരു ഉൾവശമൊക്കെ നല്ല കുറച്ചും കൂടിയും ഒരു വിസ്താരവും വീതി ഇങ്ങനെ വലിപ്പമൊക്കെ ഉള്ള പോലെ തോന്നിയിട്ട് നമുക്ക്. കാരണം കുറേ ഷോപ്പുകളൊക്കെ അടിപൊളി വെറൈറ്റി ഷോപ്പുകളൊക്കെ കണ്ട് നമ്മുടെ എന്താ പറയുക ഇഷ്ടമായി. ഞങ്ങൾക്ക് കുറേ ഷോപ്പുകളൊക്കെ കയറി പക്ഷെ ഒന്നും പർച്ചേസ് ഒന്നും ചെയ്തൊന്നുമില്ല. പിന്നെ ആകെ പർച്ചേസ് ചെയ്ത് നമ്മൾ ഗ്രോസറി ഐറ്റംസ് മാത്രമാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ സുഡിയോയിൽ കയറി പിള്ളേർക്ക് 2-3 ഐറ്റംസ് വാങ്ങിച്ച് സുഡിയോ കയറിയിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് പിടുത്തില്ലാണ്ട് ഇങ്ങനെ അന്തിലും കുന്തില്ലാണ്ട് നിൽക്കുകയാണ് ചങ്കളെ. അപ്പോൾ നല്ലൊരു ട്രെയിൻ പോകേണ്ടത് അത് കണ്ട് എനിക്കത് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പിള്ളേർ കയറാൻ സമ്മതിച്ചില്ല.
അവർക്ക് അതിനകത്ത് വേണ്ട മിച്ച ആൾക്കാർ കളിയാക്കാതെ പിള്ളേർക്കുള്ളതാന്ന് പറഞ്ഞിട്ട്. പക്ഷേ സത്യം പറയല്ലോ ചങ്കളിക്ക് അതിനുള്ളിൽ കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ കയറി ഇറങ്ങി ആ ട്രെയിൻ നീങ്ങാൻ വഴിയില്ല. അത് കളിപ്പാട്ടം പോലത്തെ ഒരു കുഞ്ഞ് ട്രെയിനല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്രോസറി ഐറ്റംസിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് എത്തിയിട്ട് പകച്ച് നിൽക്കുകയാണ്. കാരണം ഇതൊക്കെ പാടി വാരിക്കൊണ്ട് വന്നിട്ട് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എവിടെ നിന്ന് തുടങ്ങണമെന്ന് പിടുത്തില്ലാണ്ട് ഇങ്ങനെ നിൽക്കണം, എന്തിലൊക്കെ എന്തില്ലാണ്ട്. സത്യമില്ല, കൊച്ചു കുട്ടികളെ പോലത്തെ ഒരു മനസ്സായിപ്പോയി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. അത് വേണം ഇത് വേണം എല്ലാം വേണം എന്നുള്ളൊരു മട്ടായിപ്പോയി. മിഠായികളെ കണ്ടു കഴിഞ്ഞപ്പോണ്ടല്ല എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താ പറയുക, അതൊക്കെ പാടി വാരിയെടുത്ത് ഓടാൻ തോന്നി നമുക്ക്. എന്നാലും കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് കുറച്ച് ഐറ്റംസുകളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടാം. എന്തായാലും മക്കൾസ് ഹാപ്പിയാണ്. അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു തിരുവനന്തപുരം ലുലു മാൾ കാണണം എന്നുള്ളത്. അങ്ങനെ മക്കളുടെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. അജിയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഈ ഒരു ആഗ്രഹം സാധിച്ചു പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കയറിയതാണ് ചങ്കളെ. നല്ല പെർഫ്യൂംസൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നല്ല വില കുറവൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഇങ്ങനെ ഓഫറുകളൊക്കെ ഇട്ടിട്ടാണ് എല്ലാ ഐറ്റംസുകളോടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഒരുപാടൊന്നും വാങ്ങിച്ചില്ലെങ്കിലും നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഫുഡിൻ്റെ ഐറ്റംസുകളൊക്കെ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ടായ കാരണം അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ഏഞ്ചൽസ് ഇങ്ങനെ പകച്ച് വരികയാണ്. ഈ അമ്മ ഒരു സാധനം വാങ്ങിച്ചതിനില്ല എന്നുള്ള മട്ടിലിങ്ങനെ ദേഷ്യപ്പെട്ട് വരികയാണ് അവർ. അവർക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് എല്ലാം വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞതൊക്കെ സെലക്ട് ചെയ്യണമെങ്കിൽ നിന്നുകൊണ്ട് അതൊക്കെ വാരിയെടുക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. തൊടരുത് അടി കിട്ടും. ഞാനവിടെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പേടിപ്പിക്കും. ഇപ്പോൾ നമുക്ക് കുറച്ച് ആളിലൊക്കെ വാങ്ങിച്ച് നമ്മളിതേ ബില്ലിടാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ബില്ല് കിട്ടിക്കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വില കുറവിനൊക്കെ ഉള്ള സാധനം എടുത്തതെങ്കിൽ കൂടി അത് എടുക്കുമ്പോൾ കുറേ ഐറ്റംസ് ആവും. അപ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബില്ലടിക്കുമ്പോഴാണ് അതിൻ്റെ പണി കിട്ടാൻ പോണേ. സത്യം പറഞ്ഞാൽ എനിക്കിത് ഈ സാധനം കയറി പോകാനായിട്ട് ഭയങ്കര പേടിയാണ്. ഇതുമ്പോൾ കയറാനും ഇറങ്ങാനും ഭയങ്കര പേടിയാണ്. മക്കൾ ഉന്തിത്തള്ളി കയറ്റിയതാണ് എന്നെ. അങ്ങനെ അതും ഒറ്റയ്ക്ക് പറഞ്ഞൊരു വീഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് റീൽസിലേക്ക്. അപ്പോൾ ആ ഒരു ആഗ്രഹം സാധിച്ചു. പിന്നെ നമുക്ക് കുറച്ച് കഴിക്കാനൊക്കെ ഒരു ഫുഡ് വാങ്ങിച്ച്, ഒരുപാടൊന്നും വാങ്ങിച്ചില്ല കാരണം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത്യാവശ്യമുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കഴിച്ചിട്ടാണ്. നമ്മളൊരു നൂഡിൽസ് വാങ്ങിച്ചു, പാസ്ത വാങ്ങിച്ചു, പിന്നെ ഒരു കുടിക്കാനായിട്ടുള്ള കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു. അപ്പോൾ ഒരു ചിയേഴ്സൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ കഴിക്കണേ. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. നമ്മളുടെ കറക്കങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടിയിലാണ് ചങ്കളെ. അപ്പോൾ അടിപൊളി അനുഭവമായിരുന്നു നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാളുടെ സന്ദർശനം. ഒത്തിരി സന്തോഷമായി, ഒത്തിരി ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് താരരാജാവാണ് വരുന്നത്, രംഗണ്ണൻ വരുന്നുണ്ട്, രംഗണ്ണൻ. അപ്പോൾ ഓക്കെ ചങ്കളെ. അപ്പോൾ എൻ്റെ മക്കൾക്ക് കുറച്ച് ഐറ്റംസ് കൂടി നോക്കണം പറഞ്ഞിട്ട് ഒരു ഇടയ്ക്ക് ഇങ്ങനെ കയറിയിട്ടാണ്. സ്കൂൾ ഐറ്റംസുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം, അവിടെ ഡെയിലി പ്രോഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ കണ്ടത് ഫാഷൻ പ്രോഗ്രാമാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് സുഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സുഡിയോ കയറിയത്. അപ്പോൾ സുഡിയോൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അതുതന്നെ അതിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും നിങ്ങളെ കാണിച്ച് തരാൻ പറ്റിയില്ല കേട്ടോ. എൻ്റെ ഏഞ്ചൽസ് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ അമ്മേൻ്റെ ഉള്ളിൽ കയറ്റുമോ ഞങ്ങളെ, അമ്മ ഒന്ന് വാ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പൊന്നു മക്കളെ ചതിക്കരുത്, ഒരുപാട് സാധനം എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പിന്നെ ഉള്ള കാഴ്ചകൾ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് നമുക്ക് അതിൻ്റെ പുറത്ത് വരുന്ന കിഡ്സിൻ്റെ കുറച്ച് വെറൈറ്റി സാധനങ്ങളാണ്, സ്കൂൾ ഐറ്റംസുകൾ. അതായത് ബോക്സുകൾ, പൗച്ചുകൾ, പെൻസിലുകൾ, അങ്ങനെ കളർ പെൻസിലുകൾ, അതായത് സ്കൂൾ ഐറ്റംസ് വെറൈറ്റി സാധനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏഞ്ചൽസ് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ എന്ത് കണ്ടാലും അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കലാണ്. പിള്ളേരല്ലേ, പിള്ളേർക്ക് എന്ത് കണ്ടാലും ഭയങ്കര ആഗ്രഹമായിരിക്കില്ല അത് വാങ്ങിക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ലുലു മാളിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.